നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്യൂച്ചർ ടെൻസിനെ കുറിച്ചാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള ആസ്പെക്റ്റ് ആണ് ടെൻസുകൾ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെ പാസ്റ്റ് ടെൻസിനെയും പ്രസന്റ് ടെൻസിനെയും പോലെ ഫ്യൂച്ചർ ടെൻസിനും 4 ഫോംസ് ആണുള്ളത്. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇതിൽ ഓരോ ഫോമിനും ഓരോ സ്ട്രക്ചർ ഉണ്ട്. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിന് സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് V1 ആണ്. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്ട് പ്ലസ് നമ്മൾ വിൽ ബി ആണ് ആഡ് ചെയ്യുന്നത് പ്ലസ് വെർബിന്റെ പ്രസന്റ് ഫോം ആണ് പ്ലസ് ING. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിന്റെ സ്ട്രക്ചർ സബ്ജക്ട് പ്ലസ് വിൽ ഹാവ് പ്ലസ് V3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ സ്ട്രക്ചർ സബ്ജക്ട് പ്ലസ് വിൽ ഹാവ് ബീൻ പ്ലസ് V1 പ്ലസ് ING. വിൽ ഹാവ് ബീൻ്റെ കൂടെ നമ്മൾ പ്രസന്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.